തൊട്ടാവാടി. ഈ ഒരു തൊട്ടാവാടി ഉണ്ടല്ലോ, ഇപ്പം ഈ ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം പോലെ കിട്ടുന്നൊരു സമയമാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു തൊട്ടാവാടി ചെടി വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? ഈ ചുമ, ജലദോഷം, കഫക്കെട്ട്, പിന്നെ അതുപോലെ തന്നെ മൂലക്കുരു, ഗർഭാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഷുഗർ, പ്രഷർ, പിന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതൊക്കെ കിട്ടുന്ന, പിന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രതിരോധ ശേഷി കൂടാൻ ഇത് സഹായിക്കും. എന്നാലോ ഇതിപ്പോൾ തൊട്ടാവാടിയാണ്, ഇത് വെച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല. നമ്മൾ വലിയവരായാലും കുട്ടികളായാലൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാനിപ്പോൾ ഇത് പറിക്കാൻ വേണ്ടി പോയിട്ട് നമ്മളെ കയ്യിലൊക്കെ വേഗം മുള്ളു കുത്തുന്ന സംഭവമാണല്ലേ. അപ്പോൾ ഞാനിങ്ങനെ പറിക്കുന്ന സമയത്ത് മുള്ളു കുത്തിയപ്പോൾ പിന്നെ എൻ്റെ ഷോളും കൂട്ടിയിട്ടാട്ടത് പറിച്ചത്. അപ്പോൾ അങ്ങനെ ഷോളൊക്കെ കൂട്ടി പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇല ഇങ്ങനെ വേർതിരിച്ചിട്ടെടുക്കണം. ഇതിൻ്റെ വേരും തണ്ടും ഇലയും പൂവും കായും ഒക്കെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള തന്നെയാണ്. പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ വേണ്ടത് വെറും ഇല മാത്രമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ തൊട്ടാവാടി, ഇപ്പം തൊട്ടാവാടി എല്ലായിടത്തും ഈ മഴ ഇതിനോണ്ടേ നല്ലോണം ഉണ്ടാവും. നമ്മളെ പറമ്പിലൊക്കെ ഈ തൊട്ടാവാടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു തലവേദനയാണ് അല്ലേ. എവിടെ നോക്കിയാലും നമ്മളെ കുളത്തി വലിച്ചിട്ടുള്ളൊരു സംഭവമാണിത്. ഈ ഒരു തൊട്ടാവാടിനെ എല്ലാവരും പുച്ഛിക്കാറാണ് പതിവ്. പക്ഷേ ഇത് ഈ ഒരു ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പുച്ഛിക്കൂല. എവിടെയാണോ അതുള്ളത് അവിടെ പോയിട്ട് തപ്പി നിങ്ങൾ കൊണ്ടുട്ടോ. കാരണം അത്രക്കും പറയുകയാണെങ്കിൽ ഈ ഒരു മഴക്കാലത്തൊക്കെ വേഗം അസുഖങ്ങൾ വരും. പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ അസുഖങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ അത്തരം അസുഖങ്ങൾ വരാതിരിക്കാനും വന്ന അസുഖങ്ങൾ പോവാനും, പിന്നെ ഈ പൈൽസിൻ്റെ രോഗമുള്ള ഒരുപാട് പേരുണ്ടാവില്ലേ, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോക്ക് താഴെ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പുക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എന്താ അറിയോ, ഒരു രുചിമാറ്റം ഉണ്ടാവില്ല, രുചിമോശമൊന്നും ഉണ്ടാവില്ല, കയ്പോ ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ ഈ ഒരു തൊട്ടാവാടിൻ്റെ ഇലകളൊക്കെ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്തത്. കാരണം നമ്മൾ കൈകൊണ്ട് ഇത് പറിച്ച് കഴിഞ്ഞാൽ നല്ലോണം മുള്ളു കുത്തും. അപ്പോൾ കത്രിക കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് കഴുകിയിട്ടുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, വെള്ളത്തിലൊന്നും അങ്ങനെ അഴുക്കൊന്നുമില്ല. ഒരു വൈറ്റ് പാത്രത്തിലാണ് ഇട്ട് കഴുകിയത്. ഒരു ചളിയോ കാര്യമൊന്നുമില്ല. എന്നാലും നല്ലോണം ഒന്ന് കഴുകിയെടുത്ത് ഇതുപോലൊരു കുക്കറിലിട്ടിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിക്കട്ടെ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. അപ്പോൾ മുഴുവൻ ഇല ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല, കുറച്ച് ഇല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇല നമ്മുടെ മിക്സിഡ് ജാറുണ്ടല്ലോ, ചെറിയ ജാറ് നോക്കിയിട്ട് എടുക്കുക. നമ്മൾ അരിയൊക്കെ അരക്കുന്ന, ജ്യൂസൊക്കെ അരക്കുന്ന വലിയ ജാറിലിതുണ്ട് കേട്ടോ. ഇപ്പോഴേക്ക് കുഴപ്പമുണ്ടായിട്ടില്ല, കുറച്ച് അളവിലാണിത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അരിഞ്ഞ് കിട്ടാൻ ഏറ്റവും നല്ലത് കുഞ്ഞ് ജാറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലേശം വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് കൊണ്ടുപോയി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞ് കിട്ടും കേട്ടോ. പക്ഷേ ഇത് ഒരുപാടൊന്നുമില്ല, നമുക്കിത് ഇനി വെള്ളം കൂട്ടും വേണ്ട, വെള്ളം കൂട്ടാൻ പറ്റില്ല. ആ അരക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ നീര് നല്ലോണം ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു മിക്സിഡ് ജാറ് ചുഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കാതെ കൈ കൊണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് മിക്സിഡ് ജാറൊക്കെ ഇങ്ങനെ വടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നല്ല പോലെ ഒന്ന് അതിൻ്റെ ഈ ഒരു നീര് കിട്ടുന്ന രീതിയിൽ ചെറിയൊരു കൊഴുപ്പ് പോലെ തോന്നും കേട്ടോ നമ്മളിത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ. എന്ന് വിചാരിച്ചിട്ട് നീര് വരാതിരിക്കൊന്നുമില്ല. അപ്പം നല്ലോണം ഇങ്ങനെ അടുപ്പുള്ള കണ്ണിയുള്ള അരിപ്പെടുക്കണ്ട. നമ്മൾ ചായ അരിക്കണ അരിപ്പൊന്നും എടുക്കണ്ട. ഇതുപോലെ സ്റ്റീലിൻ്റെ അരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഹെൽപ്പ് ചെയ്യും, വേഗം അതിൻ്റെ നീര് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് കൊഴുപ്പുള്ളതുകൊണ്ടാണ്, ഒരുപാട് കൊഴുപ്പൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊരു കൊഴുപ്പ് പോലെ തോന്നണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് ജ്യൂസ് അരിപ്പ് എടുത്തിട്ട് അരച്ചെടുത്താലും മതിയാവും. അങ്ങനെ ഞാനിതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാണ്ട്. അപ്പോൾ ഒരു ഉപ്പ് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്.
നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ടോ അവർക്കൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ അളവെടുക്കട്ടോ മുട്ടൻ്റെ അളവ്. ഞാനിപ്പോൾ ഇത് എനിക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. കുട്ടികൾക്ക് ഇത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എന്താ വെച്ചാൽ ഈ ചുമ ഉള്ള കുട്ടികൾ ജലദോഷം കഫക്കെട്ടൊക്കെ മാറാൻ നല്ലൊരു മെഡിസിനാണിട്ടത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അരച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളൊന്നും കഴിക്കൂല. അപ്പോൾ ഇതുപോലെ കോഴിമുട്ടൊക്കെ വെച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കും. പിന്നെ ഇതാ ഇതിലേക്ക് ലേശം കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല നാടൻ കുരുമുളക് പൊടിച്ചെടുത്തതാണ്. പിന്നെ വേണമെങ്കിൽ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ല, കുരുമുളകിൻ്റെ പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ തൊട്ടാവാടി അലർജി മുതൽ ക്യാൻസർ വരെയുള്ള ചികിത്സയിൽ വൈദ്യന്മാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അലർജി, ആസ്മ, ടെൻഷന്, കൊളസ്ട്രോള്, തൈറോയ്ഡ്, ഹൈപ്പർ ടെൻഷന്, രക്തസംബന്ധമായ രോഗങ്ങൾ, ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾ, മറ്റ് സ്ത്രീ രോഗങ്ങൾ, അപസ്മാരം, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ശീഘ്രസ്ഖലനം, പാമ്പിൻ വിഷം, വിഷാദ രോഗങ്ങൾ, അങ്ങനെ ഒരുപാട് ഒന്നും വേണ്ട, വായിലെയും ശ്വാസകോശ ക്യാൻസർ, അങ്ങനത്തെ ഒരുപാട് ചികിത്സക്കൊക്കെ ഈ ഒരു തൊട്ടാവാടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും അത്ഭുതപ്പെടൂലേ, പ്രത്യേകിച്ച് ഈ ഒരു തലമുറക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ആ ഒരു കോഴിമുട്ടയും തൊട്ടാവാടിയും മാത്രം ചേർത്തിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലൊരു സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് മൈദ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഗോതമ്പപ്പൊടി ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടെ വലിയതായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് മാറ്റാം. പക്ഷെ ഞാൻ എന്നും രാവിലെ ഈ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ നിങ്ങളിന്നെ കണ്ടിട്ടില്ല, അത്യാവശ്യം വണ്ണമൊക്കെയുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് ഡെയിലി 2-3 മുട്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓംലെറ്റ് ആക്കി അടിച്ച് കഴിക്കുന്ന ആളാണ്. അപ്പോൾ ഇന്ന് ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചായ ആയിട്ട് കുടിക്കുന്നത് ഇതിൻ്റെ വെള്ളമാണ്. ഈ ഒരു വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ മൂലക്കുരുവിൻ്റെ അസുഖമുള്ള ആളുകൾക്കൊക്കെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, ഒരു ഗ്ലാസ് പാലിൽ, നല്ല ഇളം ചൂടുള്ള പാലിൽ ഇളം ചൂടുള്ള പാലെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പാലെടുക്കുക, ഒരു ഗ്ലാസ് പാലെടുക്കുക. അതിലേക്ക് ഈ തൊട്ടാവാടിൻ്റെ ഇലയും വേരും എല്ലാം കഴുകി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് നല്ലോണം പാലിലിട്ട് തിളപ്പിച്ചിട്ട് ഇളം ചൂടോടുകൂടി രാത്രിയിൽ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം കൊണ്ട് നിങ്ങൾക്ക് എത്ര തന്നെ വലിയ മൂലക്കുരു പൈൽസിൻ്റെ അസുഖമുള്ള ആളുകളാണെങ്കിലും ആ ഒരു പ്രശ്നം വേരോടെ പോകുന്നുള്ള ഉറപ്പാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ കുടിച്ച് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ പാല് കുടിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ ഇതുപോലെ സാധാരണ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം രാത്രിയിൽ കുടിച്ചാൽ മതിയാവും. രാത്രിയിലും രാവിലെയും കുടിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ഞാനിപ്പോൾ ആദ്യം കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, ഒരുപാട് അസുഖങ്ങളുടെ പേര്, അലർജി മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ, അതിനൊക്കെ നല്ല ഒരു ശമനം കിട്ടും ചെയ്യും. പിന്നെ ഇതൊക്കെ നമ്മൾ വരുന്നതിന് നമ്മുടെ ശരീരം തടയും ചെയ്യും കേട്ടോ. ഒരുപാട് പ്രതിരോധ ശേഷി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് കഴിക്കണത്. ഇത് 2 ഗ്ലാസ് കുടിക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഓംലെറ്റാണ്. ഇതാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നിങ്ങളിത് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ, ഈ നല്ല ചുമയുള്ള കുട്ടികൾക്ക്, അപ്പോൾ അങ്ങനെ അസുഖത്തിന് വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് എണ്ണ ഒന്നും ഒഴിച്ചിട്ട് കഴിക്കരുത്. പിന്നെ ഇതുകൊണ്ട് നിങ്ങൾക്ക് വയറ് നിറയൂല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഗോതമ്പപ്പൊടി ഇതിൽ ആഡ് ചെയ്യട്ടെ. നമ്മൾ ഈ ഒരു കോഴിമുട്ടയിൽ കുറച്ച് ഗോതമ്പപ്പൊടിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലൊരു ബാറ്റർ ആക്കിയിട്ട് ഒരു 3-4 ദോശയൊക്കെ ചുട്ടെടുക്കുക. അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവട്ടത്, ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. കാരണം നമ്മൾ ഒരു നല്ല ചുമയൊക്കെ ഉണ്ടാകുമ്പോൾ ആടലോടൊക്കെ കോഴിമുട്ടയിലിട്ട് പൊരിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കൂലേ, പക്ഷെ അത് നല്ല കയ്പ്പല്ലേ, നല്ല കയ്പ്പാണ് കേട്ടോ. ചുമ മാറുമെന്ന് പറഞ്ഞിട്ട് തന്നെ ഭയങ്കര കയ്പ്പാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആടലോടകത്തിനൊക്കെ മറികടത്തുന്ന രീതിയിലുള്ള ടേസ്റ്റും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡും കൂടെയാണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ.
അപ്പോൾ നിങ്ങൾ ഈ തടി കുറക്കണവരൊക്കെ ഉണ്ടെങ്കിൽ എന്താണോ നിങ്ങൾ കഴിക്കണത് അത് വേണ്ടെന്നല്ല, പക്ഷേ ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമേ വരില്ല കേട്ടോ. പിന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഇതൊന്നും കഴിച്ചു കഴിഞ്ഞാൽ. ചില പച്ചമരുന്നൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റൊക്കെ വരും, പക്ഷേ ഇത് എല്ലാറ്റിനുള്ളൊരു നല്ലൊരു മെഡിസിനാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഈ വെള്ളം കുടിക്കണ വെള്ളം ചൂടോട് കൂടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് ശർക്കര പൊടി ആഡ് ചെയ്യട്ടോ. കുറച്ച് മധുരത്തിൽ തന്നെ കുടിക്കാൻ കഴിയുള്ളുന്ന ആളുകളാണെങ്കിൽ ശർക്കര പൊടി ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ഓംലെറ്റ് മുട്ട എടുത്തിട്ട് ഈ എന്താണ് നമ്മളെ ഈ ഒരു മുള്ളെന്നാണ് പറഞ്ഞത്, സോറി, തൊട്ടാവാടിൻ്റെ ഇത് കുറച്ചും കൂടെ നീരെടുത്തിട്ട് നല്ലോണം കൂട്ടിയിട്ട് 2-3 കോഴിമുട്ടൊക്കെ ചേർത്തിട്ട് കഴിക്കണത് ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് ഈ സ്ത്രീ സംബന്ധമായിട്ടുള്ള ഗർഭാശയ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് ഗുണമാണ്. ഉപയോഗിക്കുക ഈ വെള്ളങ്ങൾ രാത്രിയിലും പകലിലൊക്കെ നിങ്ങൾ കുടിക്കുക. ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിലൊന്ന് ഗൂഗിളിലൊന്ന് അടിച്ച് നോക്കേണ്ട ഈ തൊട്ടാവാടി കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ കേട്ടോ. അപ്പോൾ എനിക്ക് വിശ്വാസമാവും. അല്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊന്നും വിശ്വാസമാവില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.